ചിലര് പറയാറുണ്ട്, സിസ്റ്ററെ, കണ്ണിൽ നിന്ന് കണ്ണുനീര് തോരാൻ സമയമില്ല. ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് സഹനങ്ങൾ കടന്നു വരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവരുടെ വേദന കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ തന്നെ ദുഃഖങ്ങളെ കുറിച്ച് ഓർത്തോർത്ത് ഞാനിങ്ങനെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന പല അവസരങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ ചിലര് പറയാറുണ്ട്, സിസ്റ്ററെ, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തോരാൻ സമയമില്ല. ഒരു സഹനത്തിന് പിന്നിൽ മറ്റൊരു സഹനമായി ഇങ്ങനെ എന്നെന്നും എനിക്കെന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ണുനീര്? എൻ്റെ ഈ കണ്ണുനീര് എന്നവസാനിക്കും? എൻ്റെ ഈ കണ്ണുനീരിന് മാത്രം എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് ഉത്തരം തരാത്തത്? പ്രിയപ്പെട്ടവരെ, അതിനുള്ള ഉത്തരമാണ് ഇന്ന് ഈ തിരുമണിക്കൂറിൽ നമുക്ക് തിരുവചനത്തിൽ കൂടി കണ്ടെത്താം. ഈശോ ഇപ്രകാരമാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ കൂടി നമ്മളോട് അരുളി ചെയ്തത്. ആരൊക്കെയാണോ കണ്ണുനീരോടുകൂടി കർത്താവിന്റെ അടുത്തേക്ക് വരുന്നത്, അവരുടെ കണ്ണുനീര് തുടച്ചു മാറ്റുന്നത് ഞാനാണ്. നമ്മള് കണ്ണുനീര് തുടച്ചു മാറ്റാൻ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുന്നില്ല. ഈശോയുടെ അടുത്തേക്ക് ആ കണ്ണുനീരൊന്നും ഒഴുക്കി കൊടുക്കുന്നില്ല. ആ കണ്ണുനീര് നമ്മൾ മറ്റു പലരുടെയും അടുത്ത് ചെന്ന് പരാതി പറഞ്ഞ് ചിലപ്പോൾ ആ കണ്ണുനീരെല്ലാം ഒഴുക്കി കഴിഞ്ഞ് ആശ്വാസം കിട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും ചിലര് ഈശോയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒറ്റയൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തില് നമുക്ക് ദൈവം അനുവദിച്ചു തരുന്ന കണ്ണുനീര്, അത് നമ്മൾ മറ്റാരുടെ മുമ്പിൽ ഒഴുക്കാതെ ആ കണ്ണുനീര് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ആ കണ്ണുനീര് ഈശോ കുപ്പിയിൽ ശേഖരിച്ചു വെക്കുമെന്ന തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ കുപ്പിയിൽ ശേഖരിച്ചു വെക്കുന്ന ഓരോ കണ്ണുനീർ തുള്ളികളും ഈശോയുടെ തിരുരക്തമായിട്ട് മാറും. നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കാൻ പോകുന്നുണ്ട്. ആ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ആ വിശുദ്ധ ബലിയിലേക്ക്, കാസയിലേക്ക് വീഞ്ഞൊഴിച്ച് യേശുവിന്റെ തിരുരക്തമായി മാറുന്ന ഒരു സമയമുണ്ട് വിശുദ്ധ കുർബാനയുടെ അവസരത്തില്. പ്രിയപ്പെട്ടവരെ, ആ കാസയിലേക്ക് വീഞ്ഞൊഴിക്കുമ്പോൾ നമ്മുടെ ഈ കണ്ണുനീർത്തുള്ളികളും കൂടി ഒന്ന് നമ്മൾ ഒഴുക്കിക്കേ. ആ കണ്ണുനീർത്തുള്ളികൾ നമ്മൾ ആ വീഞ്ഞിന്റെ കൂടത്തിൽ ഒഴിക്കുമ്പോൾ ആ കണ്ണുനീർത്തുള്ളികൾ ഈശോയുടെ തിരുരക്തമായി മാറ്റുകയാണ് ഓരോ ബലിവേദിയിലും, ഓരോ വിശുദ്ധ കുർബാനയിലും. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമർപ്പിക്കുവാനായിട്ട് വിശുദ്ധ ബലിയിലേക്ക് നമുക്ക് കാഴ്ചവെക്കുവാനായിട്ട് ഒരു തുള്ളി കണ്ണുനീര് പോലും ഇല്ലാതെ ആരും വിശുദ്ധ ബലിയിലേക്ക് കടന്നു വരരുത്. ആരൊക്കെയാണോ കണ്ണുനീരോടെ വിശുദ്ധ ബലിയിലേക്ക് കടന്നു വരുന്നത്, ആ കണ്ണിൽ നിന്നൊഴുകുന്ന നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഒഴുകിയിറങ്ങുന്ന ആ ഓരോ തുള്ളി